വി എസ് ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു അടയാളമാണ്. കേവലം നമ്മൾ നിയറസ്റ്റായി കാണുന്ന ഏതെങ്കിലും കാലത്തല്ല വി എസിനെ വിലയിരുത്തപ്പെടേണ്ടതെന്ന് തോന്നുന്നു. നമ്മളെ സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അന്ന് അത് വിചാരിക്കാൻ പോലും കഴിയാതിരുന്നൊരു കാലത്ത് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു തലമുറയിലെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. കേവലമായിട്ടൊരു പ്രത്യേക പോയിന്റിലല്ല വി എസ് ലക്ഷ്യം വെക്കുന്നത്. അതൊരു ഏറ്റവും കൂടിയ നിലയിൽ മനുഷ്യനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരാളായി എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ഫൈറ്ററിന്റെ പ്രതീകമായിട്ടൊക്കെയാണ് വി എസ് അടയാളപ്പെടുന്നത്. അപ്പം നമ്മളിലൊക്കെ ഒരു വി എസ് ഉണ്ട് എന്നുള്ള പ്രയോഗം കറക്റ്റാണ്. ഈ ഒരു ആഗോളവൽക്കരണ കാലത്തിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ മൂല്യവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന മൂല്യവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് CPM അതിനെ അതിജീവിച്ചത് വി എസിലൂടെയാണ്. വലിയ ആളുകളുടെ പൊതുസമൂഹത്തിന്റെ തന്നെ പ്രാതിനിധ്യം ഈ പാർട്ടിക്കൊപ്പം നിർത്തുന്നതിൽ വി എസ് നിർണായകമായ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ വിലയിരുത്തപ്പെടേണ്ട ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിലും CPMന്റെ കാര്യത്തിൽ വിലയിരുത്തപ്പെടേണ്ട ഒരു വ്യക്തിത്വമായി വി എസ് നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിൽ ഭാവിയിൽ ചിലപ്പോൾ വിലയിരുത്തപ്പെടും. അത് ഓരോ ഘട്ടത്തിലും വി എസ് അയാൾ നിൽക്കുന്ന ഇടത്തിൽ ആ നിലയിൽ ആളെ കൂട്ടി നിർത്താൻ വി എസിന് കഴിഞ്ഞു. അതുകൊണ്ട് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള വി എസിനെ വി എസ് ആകർഷിച്ച് അവിടെ നിർത്തി എന്നുള്ളതാണ്.